ഹരേ രാമാം ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഈ നക്ഷത്ര ജാതകരാണോ നിങ്ങൾ? എങ്കിൽ നാളെ നിങ്ങളുടെ ഭാഗ്യം തിളങ്ങും. ഒപ്പം വളരെയധികം നേട്ടങ്ങളുമാണ് ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുന്നത്. ഞാനിത് പറയുവാനുള്ള കാരണം, നാളെ ജൂൺ 17 കർക്കിടകത്തിൽ ഗജകേസരി യോഗം രൂപപ്പെടുന്നു. ഞാൻ ഈ പറയുന്ന നക്ഷത്ര ജാതകരുടെ കണ്ണീരും കഷ്ടപ്പാടുമെല്ലാം അവസാനിക്കുവാനുള്ള ദിവസം തുടങ്ങുകയാണ്. ഇത് ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങളും അതിൻ്റെ പ്രഭാവത്തിൽ തന്നെ ജോലിയിൽ പ്രമോഷൻ, അപ്രതീക്ഷിത ലോട്ടറി ഭാഗ്യം, ധനാഗമം, ജീവിതത്തിൽ പുരോഗതി, മനസമാധാനം ഇവയെല്ലാം വന്നു ചേരും. അതായത് ജ്യോതിഷത്തിൽ ശുഭകരവും വളരെയധികം സ്വാധീന ശക്തിയുമുള്ളതുമായ നിരവധി യോഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും ശക്തമായ ഒരു യോഗമാണ് ഈ ഗജകേസരി യോഗം. ചന്ദ്രനും വ്യാഴവും ഒരേ രാശിയിൽ വരുമ്പോഴാണ് ഈയൊരു രാജയോഗം നമ്മളുടെ ജീവിതത്തിൽ വന്നു ചേരുക. ഈയൊരു രാജയോഗം മൂലം ഞാൻ ഈ പറയുന്ന നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലും വളരെയധികം സൗഭാഗ്യമാണ് ഇനി മിന്നിത്തിളങ്ങുവാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ തൊഴിൽ, സമ്പത്ത്, സാമൂഹ്യ നില, അപ്രതീക്ഷിത ധനാഗമം, അതുപോലെ കുടുംബത്തിൽ അഭിവൃദ്ധി, വളരെയധികം ഗുണപരമായ സ്വാധീനമെല്ലാം തന്നെ ഈയൊരു രാജയോഗത്തിലൂടെ വന്നു ചേരും. ഈയൊരു രാജയോഗം നാളെ ബുധനാഴ്ച രാവിലെ 8:12 ചന്ദ്രൻ കർക്കിടകത്തിലേക്ക് സംക്രമിക്കുമ്പോൾ ഇവിടെ വ്യാഴം നേരത്തെ തന്നെയുണ്ട്. അതിനാൽ തന്നെ വ്യാഴത്തിൻ്റെയും ചന്ദ്രൻ്റെയും ഈയൊരു സംയോജനം ഗജകേസരി യോഗത്തിന് കാരണമായി മാറുന്നതാണ്. ഈയൊരു മാറ്റത്തിൽ ഞാൻ ഈ പറയുന്ന നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വളരെ വലിയ വമ്പൻ നേട്ടങ്ങൾക്ക് കാരണമായി തീരുന്നതാണ്. ഈയൊരു ഗജകേസരി യോഗത്തിലൂടെ നേട്ടം കൊയ്യുന്നത് 3 രാശിയിൽപ്പെട്ട 9 നക്ഷത്ര ജാതകർക്കാണ്. അപ്രതീക്ഷിത മഹാഭാഗ്യം ജീവിതത്തിൽ നാളെ മുതൽ വന്നു ചേരുവാൻ പോകുന്നത്. നിങ്ങളുടെ കണ്ണീരും കഷ്ടപ്പാടുമെല്ലാം അവസാനിക്കും. ഈശ്വരൻ നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന ദിവസമാണ് നാളെ രാവിലെ മുതൽ വരുവാൻ പോകുന്നത്. ഇനി ഏതൊക്കെ നക്ഷത്ര ജാതകരാണ് നാളെ മുതൽ നേട്ടങ്ങൾ കൊയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം കർക്കിടകം രാശിക്കാരാണ്. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം ഉൾപ്പെടുന്ന കർക്കിടക രാശിക്കാരായ നിങ്ങൾക്ക് ജ്യോതിഷപ്രകാരം കർക്കിടക രാശിക്കാരായ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് നിങ്ങളുടെ വികാരങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങളും വന്നു ചേരും. അതായത് മറ്റുള്ളവർക്ക് ചെറുതായി തോന്നുന്ന കാര്യങ്ങൾ പോലും നിങ്ങളുടെ മനസ്സിൽ വലിയ രീതിയിലുള്ള മുറിവുകൾ സമ്മാനിക്കും. വിശ്വസിച്ച ആളുകളിൽ നിന്നുമുള്ള അവഗണന, വഞ്ചന, അല്ലെങ്കിൽ പ്രതീക്ഷിച്ച സ്നേഹവും പരിഗണനയും ലഭിക്കാതിരിക്കുക തുടങ്ങിയവയെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുപോലെ നിങ്ങൾ കുടുംബത്തിനും ബന്ധങ്ങൾക്കും വളരെയധികം പ്രാധാന്യം നൽകുന്ന ഈയൊരു സ്വഭാവം കാരണം കുടുംബ പ്രശ്നങ്ങൾ, ബന്ധങ്ങളിലെ അകൽച്ച, അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആളുകളുമായി ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവയെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിലും മാനസികമായും വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പലപ്പോഴും മറ്റുള്ളവരുടെ സന്തോഷത്തിനായി നിങ്ങൾ സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റിവെക്കുന്ന ഈയൊരു പ്രവണത കാരണം പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ നിരാശയും വിഷമങ്ങളും അനുഭവിക്കേണ്ടി വരും. ഈയൊരു കണ്ണീരും കഷ്ടപ്പാടുമെല്ലാം തന്നെ തീരുവാൻ പോകുന്നു. നാളെ സൂര്യോദയം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ കുടുംബ കാര്യങ്ങളിലും തൊഴിൽ രംഗത്തും വളരെയധികം അനുകൂലമായ മാറ്റങ്ങൾ അനുഭവപ്പെടുന്ന സമയമാണ്. നിങ്ങൾ ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന വലിയ ഒരു ആഗ്രഹം നാളെ സൂര്യോദയം മുതൽ സഫലമാകുവാൻ തുടങ്ങും.
കുടുംബ അംഗങ്ങളുടെ പിന്തുണയും സഹകരണവും ജീവിതത്തിലുണ്ടാകും. ഭവനം, വാഹനം, സ്വത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ കഴിയുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എല്ലാവരും അംഗീകരിക്കപ്പെടുകയും പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നതാണ്. സാമ്പത്തികമായി ചെറിയ കാര്യങ്ങളിൽ പോലും വളരെയധികം നേട്ടങ്ങളുണ്ടാകും. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ ദാമ്പത്യ ജീവിതത്തിലും കൂടുതൽ സൗഹാർദ്ദവും പരസ്പരം മനസ്സിലാക്കലും ഉണ്ടാകും. ആത്മീയമായ കാര്യങ്ങളിൽ പോലും വളരെയധികം താല്പര്യം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്നാൽ നിങ്ങൾ അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കുകയും വികാരധീനമായി തീരുമാനങ്ങൾ എടുക്കാതിരിക്കുകയും ചെയ്യുന്നത് വളരെയധികം നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും. ആരോഗ്യപരമായി നിങ്ങൾക്ക് ഉറക്കക്കുറവ്, ജലദോഷം, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ ഉള്ള ആളുകളാണെങ്കിൽ അല്പം ശ്രദ്ധിക്കുന്നത് ഗുണകരമാണ്. അതുപോലെ നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും അന്നദാനം ചെയ്യുന്നതും ഇരട്ടി ഫലം സമ്മാനിക്കുന്നതാണ്. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും ചേർന്ന ധനു രാശിക്കാരായ നിങ്ങൾക്ക് ജ്യോതിഷപ്രകാരം നിങ്ങൾ സ്വാതന്ത്ര്യത്തെ ഏറെ വിലമതിക്കുന്നവരും വലിയ സ്വപ്നങ്ങളുള്ള ആളുകളുമാണ്. എന്നാൽ ഈയൊരു സ്വഭാവം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വെല്ലുവിളികൾ സമ്മാനിച്ചിട്ടുണ്ട്. പുതിയ കാര്യങ്ങളിലേക്കുള്ള ആകർഷണവും സാഹസികമായ മനോഭാവവും കാരണം ചില സമയങ്ങളിൽ നിങ്ങൾ ആലോചിക്കാതെ എടുത്ത തീരുമാനങ്ങൾ ഇപ്പോൾ നഷ്ടങ്ങളിലേക്കോ നിരാശകളിലേക്കോ നയിക്കപ്പെടുന്ന ഒരു സമയമാണ്. അതായത് നിങ്ങൾ തുറന്നു സംസാരിക്കുന്ന സ്വഭാവക്കാരായതിനാൽ തന്നെ ചില തുറന്നു പറച്ചിലുകൾ മറ്റുള്ളവരുടെ വികാരങ്ങളെ വേദനിപ്പിക്കുവാനും ബന്ധങ്ങളിൽ അകൽച്ച ഉണ്ടാക്കുവാനും ഇടയായ ഒരു കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. പലപ്പോഴും നിങ്ങൾ വലിയ പ്രതീക്ഷകളോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കാതെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങളെ പരീക്ഷിക്കുകയാണോ എന്ന ഒരു തോന്നലുണ്ടാകും. എന്നിരുന്നാലും ജ്യോതിഷപ്രകാരം നിങ്ങൾക്ക് ശക്തമായ ആത്മവിശ്വാസവും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുവാനുള്ള കഴിവും കാരണം ഈ വെല്ലുവിളികളെയെല്ലാം തന്നെ മറികടക്കുവാൻ സഹായിക്കുന്ന ഒരു സമയമാണ് നാളെ സൂര്യോദയം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വഴി തുറക്കുവാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് നിങ്ങളുടെ തൊഴിൽ രംഗത്തും കുടുംബകാര്യങ്ങളിലും അനുകൂലമായ പുരോഗതി ദൃശ്യമാകുന്നതാണ്. പുതിയ അവസരങ്ങൾ വന്നു ചേരുകയും മുടങ്ങിക്കിടന്നിരുന്ന ചില കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാനും കഴിയുന്നതാണ്. ജോലി സ്ഥലത്ത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് മേലുദ്യോഗസ്ഥരുടെ അംഗീകാരം ലഭിക്കുവാനും പിന്തുണ നേടുവാനുമുള്ള ഭാഗ്യമുണ്ട്. സാമ്പത്തികമായ കാര്യങ്ങളിൽ മെച്ചം ഉണ്ടാകുകയും ചിലർക്ക് അധിക വരുമാന സാധ്യതകൾ വഴി തുറക്കുകയും ചെയ്യുന്നതാണ്. അതായത് അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ധന നേട്ടം പ്രതീക്ഷിക്കാം. ലോട്ടറി, ചിട്ടി എന്നിവ പോലുള്ള ഭാഗ്യ പരീക്ഷണങ്ങളിൽ നിന്നും അപ്രതീക്ഷിത ധനാഗമം വന്നുചേരും. അതുപോലെ തന്നെ കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കുകയും ബന്ധുക്കളുടെയും സഹകരണം ലഭിക്കുകയും ചെയ്യുന്നതാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠന കാര്യങ്ങളിലും മത്സര പരീക്ഷകളിലും അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സൗഹാർദ്ദവും പരസ്പര മനസ്സിലാക്കലും ഉണ്ടാകും. യാത്രകളും ആത്മീയമായ കാര്യങ്ങളും ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും വളരെയധികം ഗുണകരമാകുന്നതാണ്. എന്നാൽ നിങ്ങളുടെ അമിതമായ ആത്മവിശ്വാസവും തിടുക്കത്തിലുള്ള തീരുമാനങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുന്നത് വളരെയധികം ഗുണകരമാണ്. അതുപോലെ തന്നെ ആരോഗ്യപരമായി ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, കാലുവേദന, ശരീരക്ഷീണം എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി നിങ്ങൾ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും അന്നദാനം നടത്തുന്നതും ഇരട്ടി ഫലം ചെയ്യും. അടുത്തത് മീനം രാശിക്കാരാണ്.
പോരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി. ജ്യോതിഷപ്രകാരം ഈയൊരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാനസിക സമ്മർദ്ദവും ആശയക്കുഴപ്പങ്ങളും കൂടുതലായി അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. അതായത് ഏറെ പ്രതീക്ഷയോടെ നിങ്ങൾ കാത്തിരുന്ന ചില കാര്യങ്ങൾ വൈകിപ്പോകുന്നത് വളരെയധികം നിരാശ സമ്മാനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പരിശ്രമത്തിന് തക്ക ഫലം കിട്ടാത്തതിനാൽ തന്നെ വളരെയധികം മാനസികമായ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നാളെ സൂര്യോദയം മുതൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും കരകയറുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളെ ഈശ്വരൻ കൈപിടിച്ചുയർത്തും. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ സമയമാണ് നാളെ സൂര്യോദയം മുതൽ പിറക്കുവാൻ പോകുന്നത്. ഏറെ നാളുകളായി പ്രതീക്ഷിച്ചിരുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനമുണ്ടാകുകയും പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും. അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കുവാനും ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നതാണ്. സാമ്പത്തികമായ കാര്യങ്ങൾ എല്ലാം തന്നെ മെച്ചപ്പെടും. ചിലർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കുകയും ബന്ധുക്കളുടെ സഹകരണവും പിന്തുണയും ലഭിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഭൂമി, വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ഗുണവർദ്ധനവ് ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിലും മത്സര പരീക്ഷകളിലും അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ ദാമ്പത്യ ജീവിതത്തിലായാലും കൂടുതൽ ഐക്യവും മനസ്സിലാക്കലും അനുഭവപ്പെടും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുവാനും ക്ഷേത്ര ദർശനങ്ങൾക്ക് അവസരം ലഭിക്കുവാനുമുള്ള യോഗമുള്ള കാലമാണ്. എന്നാൽ നിങ്ങൾ അനാവശ്യമായ ചെലവുകളും വികാരധീനമായ തീരുമാനങ്ങളും എല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് ഗുണകരമാണ്. ആരോഗ്യപരമായി ഉറക്കക്കുറവ്, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, ശാരീരിക ക്ഷീണം എന്നിവ ശ്രദ്ധിക്കണം. ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും അന്നദാനം ചെയ്യുന്നതും ഇരട്ടി ഫലം സമ്മാനിക്കും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.